ഈ 4 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുവിശേഷത്തിലൂടെയാണ് ഒരു ആത്മാവ് രക്ഷപ്പെടുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യനെ ബൈബിള് ചിന്തിക്കുമ്പോൾ, സ്പിരിച്വലി ചിന്തിക്കുമ്പോൾ 3ആയിട്ട് നമ്മൾ വിഭാഗിക്കുന്നുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകള്, നമ്മുടെ തോട്ട് പ്രോസസ്സ്, മനസ്സ് എന്നൊക്കെ നമുക്ക് പറയാം, നമ്മുടെ മനസ്സെന്നൊക്കെ പറയാം. ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാം പൊടിയാണ്, നാം പൊടിയിലേക്ക് തന്നെ തിരിച്ചു ചേരും. എന്നാൽ ആത്മാവ് അത് നൽകിയിരിക്കുന്ന ദൈവത്തിലേക്ക് കടന്നു പോകും. ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നാം ആരാണോ അതാണ് നമ്മുടെ ആത്മാവ്. നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന ഒരു ടൂളാണ് നമ്മുടെ ശരീരം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനാണ്, പക്ഷെ നമ്മളെന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ആത്മാവാണ്. ആത്മാവിന് ഇടപെടാനായിട്ട് പറ്റത്തില്ല, നമ്മുടെ പ്രവർത്തിക്കുവാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു ടൂളാണ് നമുക്ക് ശരീരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ആത്മാവാണ്, സ്പിരിച്വൽ ആണ് മനുഷ്യരെല്ലാവരും. ആ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. നമുക്കത് ശരീരത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകാം, സർജറി ചെയ്യാം, അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആത്മാവിനൊരു കേട് വന്നു കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കുവാൻ കഴിയുന്നത് അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് വന്നപ്പോൾ പറഞ്ഞത്, ഒരു ആത്മാവ് എന്ന് പറയുന്നത് സർവ്വലോകത്തിനേക്കാളും വിലയേറിയതാണ്. അതിനെ രക്ഷിക്കുവാനായിട്ട് മനുഷ്യനൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോ ആ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് കഴിവുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. യേശുക്രിസ്തുവിന് മാത്രമേ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് കഴിയുള്ളൂ. ആത്മാവിൽ വന്നിരിക്കുന്ന ചെളികളെ, പാപങ്ങളെ കഴുകിക്കളയുവാനായിട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ആത്മാവ് അത്രയും ബഹുമൂല്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ നമ്മുടെ ആത്മാവിനെ കർത്താവിലാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്, അതിലാണ് നമ്മുടെ രക്ഷ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷവും വളരെ ബലവെടുപ്പായി തീരുന്നത്. പൗലോസ് ഇവിടെ പറയുന്നത്, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിക്കാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ മഹാനിയോഗ പ്രകാരം സകല ജാതികളോടും പോയി സുവിശേഷം അറിയിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ സുവിശേഷം, ആ ഒരു കൽപ്പന പൗലോസ് ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. പൗലോസ് താൻ കാണുന്ന ഓരോരുത്തരുടെയും കടക്കാരനായിട്ടാണ് കാണുന്നത്. നമുക്ക് കടമുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ഒരു 30,000 രൂപ സാലറി ഉള്ള ഒരാൾക്ക് ഒരു 60,000 രൂപ കടമുണ്ടെങ്കിൽ എന്താ? ഒരു 2 മാസത്തെ സാലറി കൊടുക്കണം. അല്ലെങ്കിൽ തന്റെ ഭാവിയിൽ കിട്ടാൻ പോകുന്ന, തന്റെ ഭാവിയിലുള്ള അധ്വാനത്തെ മുൻകൂട്ടി വാങ്ങിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? ഇനിയിപ്പോ ആ സാഹചര്യത്തിൽ ആ കടം അയാൾ വീട്ടിയില്ലെങ്കിലോ കടം വീണ്ടും കൂടും. അപ്പൊ കടമുള്ള സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമല്ല. കടമുള്ള സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരു ദിവസം ജോലിക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് വീണ്ടും ആ കടത്തിന്റെ ഭാരം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോ പൗലോസ് താൻ ആ കടക്കാരനാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഭാരം താൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് വരേണ്ടത്. നമ്മൾ പൗലോസ് പറയുന്ന ആ വെയിറ്റ് എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയാണ്, ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും, അതായത് ഇപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ബംഗാളികൾക്കും മലയാളികൾക്കും അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാവർക്കും കടക്കാരനാണ്. എന്തുകൊണ്ട് കടക്കാരനായിരിക്കുന്നത്? അവരോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അവരോട് സുവിശേഷം പറയണം. അവരുടെ ആത്മാവ് എന്ന് പറയുന്നത് വിലയേറിയതാണ്. അവിടെ തരംതിരിവില്ല. ഏറ്റവും താഴ്ന്ന ആളായാലും ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആളായാലും അവർക്കൊക്കെ രക്ഷിക്കുവാനായിട്ട് ആ സുവിശേഷത്തിന് മാത്രമേ പറ്റുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ താന് കൊരിന്തിലിരുന്നാണ് എഴുതുന്നത്. അവിടെ ഇരുന്ന് റോമിലുള്ളവരോട് പറയുകയാണ്, ഞാൻ അവിടെ വന്ന് നിങ്ങളോട് സുവിശേഷം പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവിടെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ഗ്രീക്കിലെ യവനന്മാരോടും ഗ്രീക്ക് പറയാൻ അറിയാത്ത മാൾട്ടാദ്വീപ് പോലത്തെയുള്ള ബർബരന്മാരായിട്ടുള്ള ആളുകളോടും ഞാൻ കടക്കാരനാണ്. അവരോടെല്ലാവരോടും സുവിശേഷം അറിയിക്കുവാനാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അത് ആ കൽപ്പന നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ കടം വീട്ടുക എന്ന് പറയുന്നത്. അതിൽ
ഒരിക്കൽ പോലും അടങ്ങി സ്വസ്ഥമായിട്ട് അത് പിന്നീട് വീട്ടാം എന്നുള്ള രീതിയിൽ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കടം ഞാൻ വീട്ടുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള പ്രഖ്യാപനമാണ് പൗലോസ് റോമിലുള്ള സഭയോട് പറയുന്ന ഒരു കാര്യം. നമ്മുടെ സുവിശേഷം സംബന്ധിച്ച് നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മൾ സുവിശേഷം പറയുന്നതിൽ നമ്മൾ എത്രത്തോളം താല്പര്യമുള്ളവരാണ് എന്ന് നമ്മൾ ഈ പൗലോസിന്റെ വാക്കുകളെ അനുസരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അടുത്തത് പൗലോസ് പറയുന്ന സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നുള്ളതാണ്. പൗലോസ് സുവിശേഷത്തെ കുറിച്ച് നമ്മൾ ലജ്ജിക്കുന്നവരാണോ? നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് വളരെ പ്യുവറാണ്. അത് നമ്മൾ അതിന്റെ എല്ലാ തന്മയത്തോട് എല്ലാ ശരിയായിട്ടുള്ള രീതിയിലും നമ്മൾ കർത്താവിനെ രുചിച്ചറിയുകയും കർത്താവിനോട് ശരിയായിട്ടുള്ള സുവിശേഷം അറിയുകയും കർത്താവിലുള്ള വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ മറ്റുള്ളവരോട് നമ്മൾ സുവിശേഷം പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും നമ്മൾ അറിഞ്ഞ സുവിശേഷത്തിൽ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ സുവിശേഷം ശരിയാണോ എന്ന് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ വിശ്വാസമില്ലാത്തവരൊന്നും അല്ല നമ്മളെല്ലാവരും. നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അപ്പോസ്തലൻ പറയുന്നത് പോലെ ലജ്ജിക്കുന്നവരായി തീരുന്നത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, പഴയ ഒരു സിനിമയാണ് ഗുരു എന്ന് പറയുന്നത്. ഇത് മോഹൻലാല് കണ്ണുപൊട്ടന്മാരുടെ ഇടയിലേക്ക് ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ മൊത്തം കണ്ണുപൊട്ടന്മാരാണ്, അവർക്ക് കണ്ണ് കാണാൻ വയ്യ. മോഹൻലാല് പറയാണ് എനിക്ക് കണ്ണ് കാണാം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവര് കല്ലെടുത്തെറിയാനായിട്ട് ഇറങ്ങി. നിനക്ക് കണ്ണ് കാണാവുന്നോ? ഞങ്ങൾക്ക് കണ്ണ് കാണത്തില്ല, ഞങ്ങളുടെ അപ്പന്മാർക്കും കണ്ണ് കാണത്തില്ല, ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്കും കണ്ണ് കാണുകയില്ല, ഇവിടെ ലോകത്തുള്ള ആർക്കും കണ്ണ് കാണുകയില്ല, ഒരു മനുഷ്യനും കണ്ണ് കാണത്തില്ല. നീ കണ്ണ് കാണുന്നു എന്ന് പറയുന്നത് കള്ളത്തരമാണ്, നിനക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവനെ കല്ലെറിയാനായിട്ട് ഇടയായി. അതുപോലെയാണ് നമ്മള് കണ്ണുമൊട്ടന്മാരുടെ ഇടയിൽ ചെന്ന് എനിക്ക് കണ്ണ് കാണാമെന്ന് പറയുന്നത് അപകടമാണ്. അവരെന്ത് ചെയ്യും? കല്ലെറിയും. കണ്ണുമൊട്ടന്മാരുടെ ഇടയിൽ ചെന്ന് സുരക്ഷിതമായിട്ടുള്ള കാര്യം എന്താണ്? എനിക്കും കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കണ്ണ് കാണാം, എനിക്ക് കണ്ണ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കല്ലെറിയാനായിട്ടും തല്ലിക്കൊല്ലുവാനായിട്ടൊക്കെ ഇടയായി തീരും. കർത്താവ് പറഞ്ഞപ്പോൾ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിനുശേഷം പറയുന്നത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യർ അന്ധകാരത്തിലാണ്, നമ്മളെ അന്ധകാരത്തിൽ നിന്നാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യരെല്ലാവരും ഇരുട്ടിലാണ് ജീവിക്കുന്നത്. ഇരുട്ടിലും സുവിശേഷം അറിയാത്ത അന്ധകാരത്തിലുമാണ് ജീവിക്കുന്നത്. അവിടെയാണ് അവിടെ പരിചരിച്ചു വന്നിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വെളിച്ചമുണ്ട്, ഞങ്ങൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരും അന്ധകാരത്തിൽ ഇരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ആദ്യം നമ്മളെ കളിയാക്കും. അതിനുശേഷം അവര് കല്ലെറിയുവാനായിട്ട് തുടങ്ങുവാനായിട്ട് ഇടയായി തീരും. കാരണം അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലല്ല ജീവിച്ചിരിക്കുന്നത്. അവരുടെ കണ്ണ് തുറന്ന ഒരവസ്ഥയിലല്ല ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ജീവനില്ല എന്ന പോലെ അവരുടെ ഇടയിൽ അഭിനയിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയല്ല. പൗലോസ് കൊരിന്തിലായിരിക്കുമ്പോഴും വളരെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ സഹിച്ചാണ് അവിടെ ആയിരിക്കുന്നത്. അവിടെ അനേക പ്രാവശ്യം കല്ലേറുകൊണ്ട്, അനേക പ്രാവശ്യം കപ്പൽ ചേതത്തിൽ അടക്കപ്പെട്ടു, പലവിധമായ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. എന്നിട്ടും പൗലോസ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് എനിക്ക് സുവിശേഷം അറിയിക്കുവാനായിട്ട് ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് സുവിശേഷം അറിയിക്കുവാനാണ് പോകുന്നത്. അവിടെ വന്ന് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സുവിശേഷം പറയണം, ചക്രവർത്തിയോട് അടക്കം സുവിശേഷം പറയണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. നമ്മുടെ ആ ലക്ഷ്യം നമ്മൾ പലപ്പോഴും മറന്നു കളയുന്നവരായി, നമ്മൾ സുവിശേഷത്തെ പറ്റി ലജ്ജിക്കുന്നവരായി, പലപ്പോഴും കണ്ണുപൊട്ടന്മാരുടെ ഇടയിൽ കണ്ണുണ്ടായിട്ടും കണ്ണില്ലാത്തവരായി നമ്മൾ ജീവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സുവിശേഷം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്, സുവിശേഷം മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്. കാരണം അവർക്കുള്ള ആകെയുള്ള ഹോപ്പ് എന്ന് പറയുന്നത് ആ സുവിശേഷത്താലുള്ള രക്ഷ മാത്രമാണ്.
അതിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് അവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പൊ സുവിശേഷത്തെ പറ്റി നമ്മൾ ലജ്ജിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ ആവശ്യവുമില്ല. സുവിശേഷത്തെ പറ്റി ലജ്ജിക്കേണ്ടതിനായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ അവനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. സുവിശേഷത്തിൽ ദൈവത്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്നു. അതിൽ വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്ന കാര്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ ശക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന, ദൈവത്തിന്റെ ഒരു വാക്കുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും ദൈവം ഉണ്ടാക്കി, ഈ സകലത്തെയും ഉണ്ടാക്കി. ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചു. ദൈവം ഒരു വാക്കുകൊണ്ട് മോശ വടി കൊണ്ട് ആ പാറയെ അടിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അതെല്ലാം ദൈവശക്തിയാലാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതേ ദൈവശക്തി, ദൈവം ഒരു വാക്കുകൊണ്ട് ഭൂമിയെയും ആകാശത്തെയും ഉണ്ടാക്കിയ അതേ ദൈവശക്തി അടങ്ങിയിരിക്കുന്ന കാര്യമാണ് നമ്മളൊരു ആളോട് കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവരിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് പറയുന്ന ആ ചെറിയ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള വാക്കുകളിൽ ആ സുവിശേഷത്തിൽ എന്തടങ്ങിയിരിക്കുന്നു? ദൈവശക്തി അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവശക്തി എന്ന് പറയുന്നത് അവന്റെ പാപാവസ്ഥയെ പൂർണ്ണമായി മാറ്റി, അവന്റെ പാപങ്ങളെ പൂർണ്ണമായി ക്ഷമിച്ച്, അവനെ പരിശുദ്ധാത്മാവിനെ നൽകി, അവനെ പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന ദൈവശക്തി അടങ്ങിയിരിക്കുന്ന ആ വാക്കുകളാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. ഞാൻ അത് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്നവന് അത് എന്തായി മാറുകയാണ്? അത് അവന് സുവിശേഷത്തിന്റെ ശക്തിയായി മാറുകയാണ്, ദൈവത്തിന്റെ ശക്തിയായി മാറുകയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു എന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ പലപ്പോഴും ഈ കാര്യത്തിൽ, നമ്മൾ ഈ ദൈവത്തിലെ ഈ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കാൻ ഇടയാകാറില്ല. എന്താണ്? നമ്മുടെ കുറെ ജിമ്മിക്കുകളും നമ്മളുടെ കുറെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുന്നത്. സുവിശേഷത്തിൽ അതിലെല്ലാത്തിലും ഉപരിയായിട്ട് വർക്ക് ചെയ്യുന്നത്, ഒരാളെ രക്ഷിക്കുവാനായിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണ്? സിമ്പിളായിട്ടുള്ള ഈ സുവിശേഷമാണ്. ഒരാളെ രക്ഷിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ബാക്കിയുള്ള യാതൊരുവിധ പ്രവൃത്തിയുമല്ല, നമ്മളുടെ തന്നെ ശക്തിയുമല്ല. ദൈവശക്തി അടങ്ങിയിരിക്കുന്നത് ഈ സുവിശേഷത്തിലാണ്. ഈ സുവിശേഷമാണ് ഒരാളെ രക്ഷിക്കുന്നത്. ഈ സുവിശേഷം ഒരാളെ രക്ഷിച്ചില്ലെങ്കിൽ വേറൊന്നിലും ഒരാളുടെ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവശക്തി അടങ്ങിയിരിക്കുന്നത് ഈ സുവിശേഷത്തിലാണ്, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്ന. മലയാളത്തിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ ആം നോട്ട് അഷേംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ആ സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവശക്തി അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ലജ്ജയില്ലാതെ ആ ഒരു കർത്താവിന്റെ പൗലോസിനെ പോലെ അതൊരു കടബാധ്യതയായിട്ട് കണ്ട് നമുക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനായിട്ട് ഉള്ള ഒരുക്കം ദൈവം നമുക്ക് തരേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് യവനന്മാരെയും രക്ഷിക്കുന്നതാണ്, അത് യഹൂദരെയും രക്ഷിക്കുന്നതാണ്. നമുക്കറിയാം, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വന്നത്, കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വന്നത്. സുവിശേഷം ആദ്യം യഹൂദന്മാരോടാണ് പ്രസംഗിച്ചത്, അതിനുശേഷമാണ് ജാതികളുടെ ഇടയിലേക്ക് പോയത്. അവരെ രണ്ടുപേരെയും രക്ഷിക്കുന്ന ഒരു ശക്തിയാണ്, ദൈവശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിനുശേഷം അപ്പോസ്തലൻ ഈ റോമർക്ക് എഴുതിയ ലേഖനം മുഴുവൻ ഒന്ന് സംഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വരാം. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അതിൽ ദൈവനീതി വെളിപ്പെടുന്ന ഒന്നാണ്. നമുക്കറിയാം, നോഹയുടെ കാലഘട്ടത്തില് അന്ന് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകളെ മുഴുവൻ ദൈവം എന്ത് ചെയ്തു? ന്യായം വിധിച്ച് ഒരു വെള്ളപ്പൊക്കത്താൽ കൊന്നുകളയുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ആ ന്യായവിധി വന്നത് ദൈവത്തിന്റെ നീതിയുള്ള വിധിയായിരുന്നു. അവരുടെ പാപങ്ങൾക്കും അവരുടെ ആ വയലൻസിനുമെതിരെ ദൈവം ന്യായം വിധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരിൽ 8 പേർക്ക് മാത്രമേ രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. സൊദോം ഗൊമോറയുടെ കാര്യത്തെ നമുക്കറിയാം. സൊദോം ഗൊമോറയെ
ദൈവം സ്വർഗത്തിൽ നിന്ന് തീയാൽ നശിപ്പിച്ചു കളഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ലോത്തും ആ കുടുംബവും മാത്രമായിരുന്നു. ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കിയതിനാൽ നശിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ലോത്തും മക്കളും അവിടെ നിന്ന് ആ പട്ടണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതും ദൈവത്തിന്റെ ന്യായവിധിയാണ്. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധികൾ, ആ നീതി അവിടെ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് താഴെയായിട്ടുള്ള എല്ലാത്തിനെയും ദൈവം പാവമായിട്ട് കണക്കാക്കുകയും അതിനെതിരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവം വിശുദ്ധനാണ്. ദൈവത്തിൽ നിന്ന് വിശുദ്ധി അല്ലാത്ത എല്ലാത്തിനെയും ദൈവം പാവമായിട്ട് കണക്കാക്കുകയും അതിനെ ന്യായം വിധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ നീതി ഈ ലോകവും വെളിപ്പെടുവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തെയും ദൈവത്തിന്റെ നീതി ഒരു ദിവസം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ദൈവത്തിന്റെ നീതി വെളിപ്പെടുമ്പോൾ എല്ലാവരെയും ന്യായം വിധിക്കുകയും ദൈവം അവർക്ക് അവരുടെ പാപങ്ങൾ, അവരുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് അവരെ ന്യായം വിധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. നമ്മൾ ദൈവത്തിന്റെ നീതി അന്ന് ഒരു ദിവസത്തേക്ക്, ഒരു ന്യായവിധിയുടെ ദിവസത്തിൽ മാത്രം വെളിപ്പെടുവാൻ വെച്ചിരിക്കുന്ന ആ നീതി നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ നീതി അതാണ് അവിടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ നീതി ഏതാണ്? റോമർക്കെഴുതിയ ലേഖനം തന്നെ 3:21 വാക്യം വായിക്കാം. ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ. അപ്പോൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവൻ വിശ്വസിക്കുമ്പോൾ, ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന് ലഭിക്കുന്ന വിശ്വാസത്താൽ യേശുക്രിസ്തുവിലെ നീതി അവന് ലഭിക്കുകയാണ്. അവന് യേശുക്രിസ്തു തന്റെ പ്രവൃത്തിയാൽ, തന്റെ ജനനം മുതൽ മരണം വരെ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് തന്റെ പ്രവൃത്തിയാൽ നേടിയെടുത്ത നീതി വിശ്വാസത്താൽ അവന് ലഭിക്കുകയും അവന്റെ പേരിൽ കണക്കിടുകയും അവനെ നീതീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളോട് സുവിശേഷം പറയുന്നു, ആ സുവിശേഷം അവൻ സ്വീകരിക്കുന്നു, അവനത് കർത്താവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിക്കുമ്പോൾ ദൈവം അവനെയും തന്റെ മകനായി സ്വീകരിക്കുന്നു. അതോടുകൂടെ അവനെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി അവന് നൽകി അവനെ നീതീകരിക്കുന്ന ഒരു പ്രോസസ്സും കൂടി ആ രക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. അതിൽ യാതൊരുവിധ കളങ്കവുമില്ല. അത് പൂർണ്ണമായും നീതിയുള്ള വിധികൾ അനുസരിച്ചുള്ള യാതൊരുവിധ തെറ്റുകളും ഇല്ലാതെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള നീതി അവിടെ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. അത് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരാൾക്ക് വിശ്വാസം മൂലമാണ്. വിശ്വാസം മൂലവും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഫെയ്ത്ത് ടു ഫെയ്ത്ത്, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. അതിനെപ്പറ്റി വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഫെയ്ത്ത് ടു ഫെയ്ത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും, കടന്നു വരുന്ന എല്ലാവർക്കും, വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നീതി സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച് വിശ്വാസത്തിലേക്ക് അവസാനം വരെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ നീതിയുടെ പ്രോസസ്സ് എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്. അതല്ലാതെ മുഴുവൻ വിശ്വാസമാണ് ഫെയ്ത്ത് ഫ്രം ഫെയ്ത്ത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം ഉത്ഭവിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സുവിശേഷത്തിലൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് വിശ്വാസത്തിലാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ഉള്ള യാഗമരണത്തിൽ വിശ്വാസം വയ്ക്കുന്ന ആ സാഹചര്യത്തിലാണ് അവന്റെ രക്ഷ അവന് ലഭിക്കുന്നത്. തുടർന്നുള്ള ജീവിതം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് മുമ്പോട്ട് പോകുന്നത്. ആ വിശ്വാസം ബലപ്പെടുന്നതും ദൃഢമാകപ്പെടുന്നതുമാണ്. ആ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ആ വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നതാണ്. ദൈവത്തിൽ നിന്നുള്ള
വിശ്വാസം അവന് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഈ സുവിശേഷത്തെ മൊത്തം സംഗ്രഹിച്ചുകൊണ്ട് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ നിന്നുള്ളൊരു വാക്യമാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് നമ്മൾ വായിക്കുന്നത്. ഈ ബൈബിളിൽ പഴയ നിയമത്തിലെ ഹബക്കൂക്കിലെ ഒരു ഉദ്ധരണിയാണിത്. പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം ഈ ഉദ്ധരണി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പിന്നെ ഇവിടെയുമാണ് ഈ ഉദ്ധരണി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ അവിടെ പറയുന്നത് ആ ജീവിക്കും എന്നുള്ള വാക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 38-39 എന്ന് വായിക്കാം. അവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ പിന്മാറുന്നുവെങ്കിൽ അവനിൽ പ്രസാദമില്ല, അവൻ നീതിമാനായിരുന്നില്ല, അവൻ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്നാൽ അവൻ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്താണ്, അവൻ എന്റെ നീതിമാനാണ് എന്നുള്ള കാര്യമാണ്. ആ ജീവിക്കും എന്നുള്ള വാക്യത്തിലാണ് എബ്രായ ലേഖനകാരൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം 11-ഉം 12-ഉം വായിക്കാം. ഇവിടെ അപ്പോസ്തലൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വിശ്വാസമാണ്. എന്താണ്, ഒരുവൻ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്. അവൻ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഗലാത്യ ലേഖനത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. റോമാലേഖനം എഴുതിയിരിക്കുന്നത് നീതിമാൻ എന്ന് പറയുന്ന മനുഷ്യനെ പറ്റിയാണ്. നീതിമാൻ എങ്ങനെയാണ് ആകുന്നത്? അവൻ വിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച് വിശ്വാസത്തിൽ നിന്ന് ആ ജീവിതം തുടർച്ചയായിട്ട് ചെന്ന് ചേരുന്ന ഒരു മനുഷ്യനാണ് നീതിമാനായി തീരുന്നത് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് നീതി കണക്കിടുന്ന ഒരു മനുഷ്യനായി തീരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം പൂർണ്ണമായി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമുക്ക് ഈ ഒരു ആപ്തവാക്യമാക്കി എടുക്കാവുന്ന ഒരു വാക്യമാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നത്. നമ്മൾ നീതിമാനായി തീർന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ അവനിലുള്ള വിശ്വാസത്താലാണ്. നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് നടക്കുന്നത് കർത്താവിലുള്ള വിശ്വാസത്താലാണ്. നമ്മൾ ജീവിച്ച് അന്ത്യം വരെ ജീവിക്കുന്നത് ഈ വിശ്വാസത്തിൽ തന്നെ തുടർന്നുകൊണ്ട് നമ്മൾ ജീവിക്കും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദാനവും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഓർക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ സുവിശേഷത്തെ സംബന്ധിച്ച് എല്ലാവർക്കും കടക്കാരനാകുന്നു. ഞാൻ സുവിശേഷത്തെ സംബന്ധിച്ച് ആരോടും ലജ്ജിക്കുന്ന ഒരു കാര്യമല്ല. കാരണം സുവിശേഷത്തിൽ ദൈവത്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മള് യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ യെശയ്യാവിന്റെ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന ഭാഗമാണ്. കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ദർശനം യെശയ്യാവ് കാണുന്നത്. യെശയ്യാവ് അത് കണ്ട് ദൈവത്തിന്റെ മഹിമ കാണുമ്പോൾ ദൈവത്തിന്റെ ചുറ്റും സാറാഫുകൾ 6 ചിറകുകൊണ്ട്, അതിൽ 2 ചിറകുകൊണ്ട് പറന്ന്, 2 ചിറകുകൊണ്ട് അവന്റെ മുഖങ്ങളെ മൂടി, സൈന്യങ്ങളുടെ 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്ന ആ ദർശനം യെശയ്യാവ് കാണുകയാണ്. ആ ദൈവത്തിനെ കണ്ട യെശയ്യാവ് തകർന്ന് തന്റെ പാപത്തെ കുറിച്ചുള്ള ബോധ്യത്താൽ ആ ദൈവത്തോട് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ, എന്റെ പാപത്താൽ ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചു പോകും, ഞാൻ നശിച്ചു, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുകയാണ്. അപ്പോൾ അതിലുള്ള സാറാഫ് അവരിൽ നിന്ന് യാഗപീഠത്തിൽ നിന്ന് ഒരു കനലെടുത്ത് യെശയ്യാവിന്റെ നാക്കിൽ തൊട്ടു. അങ്ങനെ അവന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം അവിടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അല്ല, കർത്താവ് ചോദിക്കുന്ന ആരാധനയുടെ ഭാഗം എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ആർ നമുക്ക് വേണ്ടി പോകും. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു ഭാരമാണ്, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്നത്. യെശയ്യാവ് പറയാണ്, ഞാൻ പോകാം എന്ന് പറയുകയാണ്.
ആ പോകാമെന്ന് പറയുന്ന യെശയ്യാവിനെ ദൈവം അയക്കുകയാണ്. അയച്ച് സുവിശേഷം അല്ലെങ്കിൽ ആ ഇസ്രായേലിന് നാശം അവരോട് പറയുവാനും തെരഞ്ഞെടുക്കപ്പെട്ടവര് വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കുമെന്ന് പറയുന്നത് പോലെ ആ സുവിശേഷം മറ്റുള്ളവരുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് യെശയ്യാവിനെ ദൈവം അയക്കുകയാണ്. ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ആ ഭാരം, ദൈവത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് വേണ്ടി പോകും, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പോകുവാനായിട്ട് ആർക്ക് കഴിയും? ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് സ്വർഗത്തിൽ നിന്ന് ഒഴിക്കുന്ന ആ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള റെസ്പോണ്ട് ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആളുകളാണ്. നമുക്ക് ദൈവത്തോട് അതിന് ശരിയായിട്ട് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് ദൈവം തരുന്ന സാഹചര്യങ്ങളിൽ സുവിശേഷം അറിയിക്കാം. ദൈവം അതിനായി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതാണ്.